ഹായ്. അപ്പോൾ ബാപ്പൂസ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് വന്നതാട്ടോ. ഇന്ന് 2 പരീക്ഷ ഉണ്ടായിരുന്നു. എന്നും ഒരെണ്ണം ഉണ്ടാവും രാവിലെ തൊട്ട് ഉച്ച വരെ. ഇന്ന് 2 എണ്ണമായിരുന്നു. 26-ാം തീയതി വരെ ഉണ്ട്. അപ്പോൾ ഈ പരീക്ഷേൻ്റെ ഇടയിൽ കൂടെ അപ്പൂസിനും ചെറിയൊരു പണി കിട്ടിയിട്ടോ. എന്താ ഇപ്പം ഉണ്ടായത്? അപ്പൂസിന് ഇന്നെ പാറുപൂച്ച മന്തിയെ പോലെ ചെറുതായിട്ട് അവൻ്റെ കയ്യുമ്മ നല്ല പാറുവിൻ്റെ നഖം തട്ടിയിട്ടോ. ഓനെ കളിച്ചപ്പോൾ അതാ പൂച്ച അതിൽ പോയപ്പോൾ മെല്ലെ തട്ടിയതാണ് അതിനെ പിടിച്ചപ്പോൾ. അപ്പോൾ നമ്മൾ പേടിയോണ്ട് വേഗം പോയിട്ട് ഇഞ്ചക്ഷൻ വെച്ചു. ഒരു ടീറ്റിയും പിന്നെ വേറെ 2 സൂചിയാണ് വെച്ചത്. അതിൻ്റെ വലിയ കുഴപ്പമില്ല, തൊലിപ്പുറത്തുള്ളതായിരുന്നു. പിന്നെ ടീറ്റീൻ്റെതാകുമ്പോൾ ചെറിയൊരു വേദന ഉണ്ടാവുമല്ലോ, അങ്ങനെ വേദന ഉണ്ട്. പിന്നെ പരീക്ഷ കൊണ്ട് പിന്നെ സ്കൂളിലേക്ക് പോവാതാക്കാനും പറ്റൂല. അങ്ങനെ പോയി വന്നതാണിപ്പോൾ. അപ്പോൾ കുറച്ച് നേരം അവൻ്റെ ഒപ്പം ഇരുന്നു. നമ്മളെ വിശേഷം തന്നെ വേണോ വേണ്ടി വെച്ച് നിൽക്കുന്നു. പിന്നെ നമ്മളെ കാത്തിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അമ്മേനെയും സന്തോഷേട്ടനെയും ഒന്നും നമുക്കിന്ന് കിട്ടിയിട്ടില്ല. സന്തോഷേട്ടൻ എന്തോ മൊത്തത്തിലൊരു മൂഡ് ഓഫ് ആണെന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ളിലാണ്. പിന്നെ അമ്മ വിളക്കൊക്കെ വെക്കാനുള്ള തിരക്കിലാണ്. 6 മണിയൊക്കെ അയച്ചിട്ടുണ്ട്. ഇത്രയും നേരം നമ്മൾ എവിടെയെന്ന് അറിയാം, നമ്മൾ ബാലവാടീൻ്റെ മുറ്റത്താട്ടപ്പോൾ നിൽക്കുന്നത് കണ്ടോ. ബാലവാടീൻ്റെ ഏകദേശം പണിയൊക്കെ പൂർത്തിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉദ്ഘാടനമൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ തൊഴിലുറപ്പുകാരുണ്ട്. ഓരാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ആക്കിയത്. കണ്ടോ, നമ്മളെ ചെറിയമ്മയും വല്യമ്മയും എല്ലാവരുമാണ് തൊഴിലുറപ്പിലുള്ളത്. പിന്നെ അടുത്തുള്ള 2-3 ആളും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് മണ്ണ് കോരലൊക്കെ ചെയ്യുന്നു. കണ്ടോ, നമ്മൾ ഇവിടെ മുറ്റത്തുള്ള മണ്ണാണിത്. ഇതൊക്കെ കളച്ച് നിരത്തുക, അതൊക്കെ ബാലവാടീൻ്റെ തൊട്ട് പിന്നിലൊക്കെ കൊണ്ടുപോയി നിരത്തുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളിവിടെയുള്ള കിണർ കണ്ടോ, ഈ കിണറൊന്നും ആദ്യം കാണാനേ ഉണ്ടായിരുന്നില്ല. കാട് മൂടി കിടക്കിയത്, ഇങ്ങോട്ട് വരാനേ പറ്റിയിരുന്നില്ല. ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. കിണറൊക്കെ ആകെ പിടുത്തം വിട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല. പക്ഷെ നിറയെ വെള്ളമുണ്ട്. മഴയൊക്കെ പെയ്താൽ നല്ലോണം പൊന്തി വരലുണ്ട് വെള്ളം. നല്ല തേവി നല്ല ഫ്രഷ് വെള്ളമാണ്. നമ്മളെ കിണറ്റത്തെ വെള്ളം പറ്റിയാലൊക്കെ നമ്മൾ ഇവിടുന്നാണ് വെള്ളം എടുക്കൽ. അപ്പോൾ ബാലവാടി ഇങ്ങനെ ആയപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം. കാരണം കുറേ ആയിട്ട് ഇതിവിടെ ഒരു ആട്ടം അനക്കല്ലാതെ ഇങ്ങനെ കിടക്കിയിരുന്നു. അപ്പം ഇനി കുട്ടികളൊക്കെ വന്നാൽ നമുക്ക് ഭയങ്കര രസമാവും, എല്ലാവരും ഉണ്ടാവും. അപ്പോൾ വൈകുന്നേരം സമയത്ത് ഇപ്പോൾ നമ്മളിങ്ങനെ പുറത്തിറങ്ങിയതാണ്. എന്താ ചില കുട്ടികളൊക്കെ ഓടി കളിക്കുന്നുണ്ട്. നമ്മളെ വീട്ടിലും കുട്ടികളിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആയിട്ട് നല്ല രസമാണ്. അപ്പോൾ പൂസ് ഒരു കൈ അനക്കണേ അല്ല കേട്ടോ, ഇടത്തെ കയ്യിനാണ് വെച്ചത്. ഇനിയിപ്പോൾ 23-ാം തീയതി ഉള്ളത്. 23-ാം തീയതി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ പൂട്ടിയതിൻ്റെ ശേഷം 26-ാം തീയതിയാണ്. അങ്ങനെ ഇടകലർന്ന് സൂചിയുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ അവന് ഭയങ്കര പേടിച്ച് നിൽക്കുന്നു, പോണ്ടേന്ന് കരുതിയിട്ട്. പിന്നെ പോവുമല്ലാതെ നമുക്ക് പറ്റില്ലല്ലോ. മെല്ലെയാണെങ്കിലും തട്ടിയത് പൂച്ചേൻ്റെ അല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. ഇന്ന് ഞാൻ സ്പെഷ്യലൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ എന്താ വെച്ചാൽ ചോറാണ് അടുപ്പത്ത്. കണ്ടോ, ഇന്ന് ഉച്ചയ്ക്ക് വെച്ച ചോറ് രാത്രിക്ക് എന്നും ബാക്കി ഉണ്ടാലുണ്ട് കുറച്ച്. പക്ഷെ ഇന്ന് തികഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ വേഗം അരി അടുപ്പത്തിട്ടതാണ്. ഇന്ന് മീൻ വാങ്ങിയിരുന്നു. അപ്പോൾ മീനിൻ്റെ കറി, മീൻ പൊരിച്ചതും അതെല്ലാം ആണ്. നമ്മളെ ഗ്യാസ് തീർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇന്ന് അടുപ്പ് തന്നെയാണ് കേട്ടോ. ഇന്നലെ വിറകിനൊക്കെ പോയിട്ട് ഞാനും അപ്പൂസും കൂടി കൊടുന്ന വിറകാട്ടത്. റബ്ബറിന്ന് നല്ല വിറക് കിട്ടിയിട്ടുണ്ട്. ഞാൻ മൂടി വെച്ചതാ, ചാക്കിട്ടിട്ട്. നല്ല വിറകുണ്ട്. ഇനി ഓണത്തിനുള്ള വിറകൊക്കെ ഇപ്പോൾ ഇപ്പം തന്നെ ഞങ്ങൾ സ്വരൂപിച്ച് വെച്ചതാണ്. നല്ല വെയിലും ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അത്ര വിറക് എല്ലാം കിട്ടി. നല്ലോണം കത്തുന്ന റബ്ബർ വിറകാ. ഹായ് കൊടുത്ത്. പാറുവിനെ കാണാൻ വന്നതാ. ഇത് പാറുവിൻ്റെ ആളാണ് കേട്ടോ. പാറുവിന് എന്തോ ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ. പാറു ഇങ്ങനെ ചുരുണ്ട് കൂടിയിരിക്കുകയാണ്. മറ്റത് ഞാൻ എന്തെങ്കിലും പണിയൊക്കെ എടുക്കുകയാണെങ്കിൽ എൻ്റെ കാലിൻ്റെ പിന്നാലല്ലേ നടക്കല്. പക്ഷെ ഇന്ന് കണ്ടോ മൊത്തത്തിൽ ടയേർഡാ. എന്താ പറ്റിയത്? മുണ്ടൂലേ? മുഖത്തേക്ക് നോക്കണം, എന്തോ പോലെ ഉണ്ട്. എല്ലാ കുട്ടികളും ഇവിടെ 30 കാണാൻ വന്നതാണ് കേട്ടോ. അപ്പുറത്തെ ഇവിടുത്തെ കുട്ടികളും മുന്നത്തെ വടക്കണീൻ്റെ കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ. എൻ്റെ പൊന്നാ മുണ്ടണില്ലല്ലോ. അപ്പൂസ് വെള്ളം കഴിഞ്ഞിട്ടുണ്ട് പാറുവിൻ്റെ. പാറു എത്ര മാന്തിയാലും പിച്ചിയാലും എന്താണെന്നറിയോ, ഇത് മുണ്ടാതെ ഒരു ടെൻഷനാണ് കേട്ടോ. വീട്ടിലത്തെ ഒരു അംഗല്ലേ, മുണ്ടാതെ ഇങ്ങനെ ഒരു ഭാഗത്ത് കിടന്നാൽ പിന്നെ ഒരു ജാതി ഇടങ്ങാറാണ് മനസ്സിന്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറവ വിളിക്കുന്നുണ്ട് പണിൻ്റെ തിരക്കിൽ കൂടി. അപ്പോൾ ഒന്ന് നല്ല സൗണ്ട് ഉണ്ടാക്കും. ആഹാ, എനിക്ക് അപ്പൂന് പണി തന്നിട്ട് മുണ്ടാതെ നിൽക്കല്ലേ. ആരുടെ മുണ്ടൂലേ കിനി മുണ്ടൂല ഇങ്ങോട്ട് നോക്കടാ.
നോക്കടാ. ഇത്ര നേരം ഇവിടെ കിടക്കുന്നു കേട്ടോ. ഈ ചവിട്ടി ഭയങ്കര ഇഷ്ടാണ്. ഇതിങ്ങനെ മാന്തി മാന്തി കാലുകൊണ്ട് മാന്തി മാന്തിട്ട് അവിടെ കിടക്കും. എങ്ങട്ടാ പോവണാ? മണ്ണയ്ക്ക് ഇറങ്ങിയിട്ട് ആകെ മണ്ണാക്കിയതാണ്. ഇതൊന്നും അല്ല ഇതിന്റെ കളർ കേട്ടോ. ഇന്നലെ മിഞ്ഞാന്ന് കുളിപ്പിച്ചതാണ്. എന്നൊന്നും കുളിപ്പിക്കാൻ പറ്റൂല, ചെറിയ കുട്ടിയല്ലേ. പക്ഷെ ഈ മണ്ണിക്കല്ലാതെ പോവൂല. എന്താ പാർട്ടിയെ പോട്ടെ ടാറ്റ. ഒരു ടാറ്റ അടിക്കേ കൈകൊണ്ട് ടാറ്റ 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 ടാറ്റ. വരണ അപ്പുനെ നോക്കണത്. അപ്പം ഇന്ന് നമ്മളെ പൂളക്കൊമ്പൊക്കെ നമ്മളിവിടെ കുത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുന്നേ ഈ ഓടിൻ്റെ ഇതുകൊണ്ട് നമ്മൾ ചെടി വെക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു തന്നില്ലേ, ആദ്യത്തെ തൈകളെല്ലാം പോയിട്ടുണ്ടായിരുന്നു. ഇതിലൊക്കെ തക്കാളി ഉണ്ടായിരുന്നു. അതേപോലെ ഈ പാത്രത്തിൽ ഈ ഓടിൻ്റെ ഇതിൽ വഴുതനങ്ങ ഉണ്ടായിരുന്നു. അതൊക്കെ അത്യാവശ്യം ഇലയൊക്കെ ഇട്ട് തൂമ്പൊക്കെ ഇട്ട് ഇങ്ങനെ വന്നിരുന്നു. പിന്നെ ആ മഴ നല്ലോണം ആയപ്പോൾ എല്ലാം പോയി, നശിച്ച് പോയതാണ്. അപ്പം എന്ത് ചെയ്തു, ഇതിൽ മണ്ണൊക്കെ ഇട്ടിട്ട് നമ്മൾ പൂളക്കൊമ്പ് വെച്ചു. നമുക്ക് പൂള തന്നെ ഇനി പന്നി ഇവിടെ വന്ന് കൊണ്ടുപോകുമെന്ന് അറിയില്ല. പക്ഷെ എല്ലാത്തിലും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ വെച്ചു, അവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാ ഓടിൻ്റെ ഇതിക്കും ഓരോന്ന് വെച്ചിട്ടുണ്ട്. എന്താ ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ അടുക്കള ഭാഗത്ത് ഇനി പൂള കൃഷി ആയിക്കോട്ടെ, ഇതിലും വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് വേഗം ഉണ്ടാവും. പക്ഷെ കിഴങ്ങിന് ഇങ്ങനെ പോവാനും വിസ്താരം ഉണ്ടാകുമെന്ന് അറിയില്ല. എല്ലാവരും ചാക്കിലും അന്നൊക്കെ പറഞ്ഞിരുന്നു, ചാക്കിലും കവറിലൊക്കെ പൂള കൃഷി വെച്ചിട്ട് നല്ലോണം കായ്ച്ചിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ നമ്മളങ്ങനെ ചെയ്ത് നോക്കിയാണ് കേട്ടോ. നമ്മൾ അന്ന് വെച്ച വഴുതനങ്ങ തൈയിൽ ഇത് നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. ഈ ഒരെണ്ണം മാത്രമാണ് നന്നായി വന്നത്. ചെറിയ പുഴുവിൻ്റെ ഒക്കെ വരുന്നുണ്ട്. നമുക്ക് എന്തൊക്കെ മരുന്നൊക്കെ അടിച്ചു കൊടുക്കണം. പക്ഷെ അതൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ല. പക്ഷെ എല്ലാം സൂപ്പറായി വരുന്നുണ്ട്. വന്നോ? വാ എന്നെ കണ്ടപ്പോൾ ഇവിടെ തന്നെ നിന്നതാ. ഏയിൽ പോയാലും ഈ 6 മണി 6:15 ആകുമ്പോഴേക്കും ആള് വീട്ടിലെത്തും കേട്ടോ. വാ പടക്കോഴി പിന്നെ ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല, അത് ഇവിടെ തന്നെ നിൽക്കും. പിന്നെ നമ്മൾ ഉമ്മറ ഭാഗത്തുള്ള അതേപോലത്തെ ഒരു കുള്ളൻ പ്ലാവാണ് കേട്ടോ. ഇതും തന്നെ നല്ല വൃത്തിയായിട്ടൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതിലതേപോലെ നല്ലൊരു തക്കാളി തൈ ഉണ്ടായിരുന്നു, നിറയെ തൂമ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇതിൻ്റെ കോലം കണ്ടോ, ഒരു ഒറ്റ കോല് മാത്രം ഉണ്ട്. ഇത് ഇലയൊന്നുമില്ല, പക്ഷെ പുഴൊന്നും ഇല്ലേന്നു. എങ്ങനെ ഇത് നാശമായി പോയി എന്നറിയില്ല. നമ്മൾ ആറ്റുനോറ്റ് ഉണ്ടാക്കുന്നതെല്ലാം നാശമായി പോവുക. അതിൻ്റെ ഇടയ്ക്കിൻ്റെ ചോറ് ആക്കത പുകയണേ, അടുപ്പൊക്കെ കെട്ടു കേട്ടോ. ഇതിൻ്റെ ഒപ്പം നിൽക്കണം ഒരാൾ. റബ്ബർ മരകായ എങ്ങനെ ഉണ്ടൊരു മെച്ചം, പെട്ടെന്ന് കത്തി പിടിക്കും. നമ്മളെ കൂട്ടാൻ ഇതാണ് കേട്ടോ. ഒന്ന് ഓമക്കായല്ലേ കറുത്ത, നമ്മൾ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മരം വീണു. കറുത്ത മരം ഒരു പിടി ആയാലുള്ള പ്രശ്നം ഇതാണ്, പെട്ടെന്ന് മറിഞ്ഞു വീഴും. അപ്പം ഇന്ന് കിട്ടിയ കായാണ് കേട്ടോ. ഇതൊന്ന് ഉപ്പേരിയോ കറി എന്തെങ്കിലും നാക്കണം. എൻ്റെ കോഴിക്കും തീറ്റ എടുത്ത് വെച്ചതാണ്. ഇത് ഗോതമ്പ് ഇറച്ചി. പൂവൻകോഴി അതിലേ പോയി. നന്നാ വാ എടുത്തൻ്റെ കൂട്ടുകാരൻ. എന്താപ്പോ അപ്പൂസ് വെള്ളം കുടിച്ചു വെച്ചതാ. അപ്പൂസിന് നല്ല ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിക്കൊണ്ട തീറ്റ അടിച്ചിട്ട് കഴുങ്ങി എറിഞ്ഞിട്ട് ഇല്ല. അപ്പോൾ ഇനി അതൊന്നും പിടിച്ച് കൈ വേദനയൊക്കെണ്ട. അപ്പോൾ ഇനി നമ്മൾ ഒരു കുഞ്ഞ് വിശേഷം അത്രേ ഉള്ളൂ കേട്ടോ. നേരം വിളക്ക് വയ്ക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. നമ്മളെ കോഴികളെ ഇനി പിടിച്ച് കൂട്ടിലാക്കണം. പൂവൻകോഴി ഇതിൽ വരെ വന്ന് അത് അങ്ങോട്ടേ പോയി. കുട്ടികളെ കണ്ടപ്പോൾ ഓടിയതാണ്. അങ്ങനെ നല്ല സ്റ്റഡിക്ക് റെഡി ആയിട്ട് വരുന്നു. അതേപോലെ പോയി. അപ്പോൾ നമ്മൾ വിശേഷം ഇത്രേ ഉള്ളൂ അപ്പൂസേ അല്ലേ. അപ്പോൾ ഇനി നാളെ കാണാം കേട്ടോ. എല്ലാവർക്കും ബായ്.